നായ വളർത്തുന്നത് ഒരു ഉപജീവനമായി കാണുന്നവർക്ക് അല്ലെങ്കിൽ ഉപജീവനമായി കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡോഗ് ബ്രീഡിങ്ങിനെ കുറിച്ചാണ്. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയനാണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. ആദ്യമേ പറയട്ടെ, മനുഷ്യരുടെ റിപ്രൊഡക്റ്റീവ് സൈക്കിളിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആണ് മൃഗങ്ങളുടെ റിപ്രൊഡക്റ്റീവ് സൈക്കിൾ. ഈസ്ട്രസ് സൈക്കിൾ എന്നാണ് ഇതിന് പറയുക. ഇതിന് പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞത് ബ്ലീഡിങ് കഴിഞ്ഞതിന് ശേഷം ഉടനെയാണ് ഇവരുടെ ഫെർട്ടിലിറ്റി പീരീഡ്. അതായത് ബ്ലീഡിങ് കഴിഞ്ഞ ഉടനെയാണ് ഇവരെ ബ്രീഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മേറ്റ് ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോകേണ്ടത്. ഇനി ഇവരുടെ ഹീറ്റ് സൈക്കിൾ അല്ലെങ്കിൽ മതിചക്രം ആരംഭിക്കുന്നത് ഏകദേശം 8 മുതൽ 10 മാസത്തിനുള്ളിലാണ്. 8 മുതൽ 10 മാസം എന്ന് പറഞ്ഞത് ഒരു ആവറേജ് ആണ്. അത് 6 മാസം വരെ ഇങ്ങോട്ടോ അല്ലെങ്കിൽ 1.5 വർഷം വരെ അങ്ങോട്ടോ പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പൊതുവെ ചെറിയ ബ്രീഡ് നായ്ക്കൾക്കാണ് ആദ്യം ഈ ഹീറ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ കഴിയുന്നതും ആദ്യത്തെ ഹീറ്റ് സൈക്കിളിൽ ബ്രീഡ് ചെയ്യാണ്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒന്നാമത്തെ കാര്യം, ഒരു സെക്ഷുവൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നായ അതിൻ്റെ പൂർണ്ണ വളർച്ചയിൽ എത്തിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ അതിൻ്റെ റിപ്രൊഡക്റ്റീവ് ഓർഗൻ നല്ല ആരോഗ്യമുള്ള കുട്ടികളെ ബെയർ ചെയ്യാനുള്ള അവസ്ഥയിലും എത്തിയിട്ടുണ്ടാവില്ല. ഇനി ഇതിന് ഹോർമോണൽ കാരണങ്ങളും ഉണ്ട്. ആദ്യത്തെ ഹീറ്റ് സൈക്കിളിൽ ചിലപ്പോൾ ഓവുലേഷൻ നടക്കാണ്ടേയും വരാം. അതുകൊണ്ട് തന്നെ 1.5 വയസ്സിന് ശേഷം ബ്രീഡ് ചെയ്യണതാണ് എപ്പോഴും നല്ലത്. ആദ്യത്തെ ഹീറ്റ് സൈക്കിൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത ഹീറ്റ് സൈക്കിൾ തുടങ്ങുക 6 മാസം ഇന്റർവെല്ലാണ്. അത് പക്ഷേ GSC റോട്ട്വീലർ പോലെ വലിയ ബ്രീഡുകളിലാണെങ്കിൽ ചിലപ്പോൾ 4 മാസം ഇന്റർവെല്ലിൽ ഹീറ്റ് സൈക്കിൾ കാണാം. ഇനി നമ്മൾ പൊതുവെ ഹീറ്റ് സൈക്കിളിനെ 4 സ്റ്റേജ് ആയിട്ട് തിരിക്കാം. പ്രോ ഈസ്ട്രസ്, അതായത് നമ്മൾ ഈ ബ്ലീഡിങ് കാണുന്നു എന്ന് പറയുന്ന സമയം. ഈസ്ട്രസ്, നമ്മൾ ബ്രീഡിങ്ങിന് അല്ലെങ്കിൽ മേറ്റിങ്ങിന് കൊണ്ടുപോകുന്ന സമയം. മെറ്റീസ്ട്രസ് അല്ലെങ്കിൽ ഡൈസ്ട്രസ്, ഈ സമയത്ത് ആണ് ഗർഭകാലം എന്ന് പറഞ്ഞ സമയം, അതായത് പ്രഗ്നൻസി പീരീഡ്. പിന്നെ ഉള്ളത് അനീസ്ട്രസ്, അതായത് സെക്ഷുവലി വലിയ ആക്റ്റീവ് അല്ലാത്ത സമയം. ഇനി ബ്രീഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പ്രഗ്നൻസി സംഭവിച്ചിട്ടില്ല എങ്കിൽ ഡൈസ്ട്രസും അനീസ്ട്രസും ഏകദേശം ഒരേപോലെയാണ് ഉണ്ടാവുക. ഇനി നമ്മൾ പ്രോ ഈസ്ട്രസിലേക്ക് പോവുകയാണെങ്കിൽ ബ്ലീഡിങ് സംഭവിക്കുന്ന സമയത്തിനാണ് നമ്മൾ ഈ പ്രോ ഈസ്ട്രസ് എന്ന് പറഞ്ഞത്. ബ്ലീഡിങ്ങിനെക്കാട്ടും മുന്നേ നമ്മൾ ആദ്യം കാണുന്ന മാറ്റം എന്ന് പറയുന്നത് ഇവരുടെ വൾവ അല്ലെങ്കിൽ ഈറ്റത്തിൻ്റെ ആ ഭാഗം കുറച്ച് തടുപ്പ് അല്ലെങ്കിൽ സ്വെല്ല് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. അതിനുശേഷമാണ് ബ്ലീഡിങ് തുടങ്ങുക. ബ്ലീഡിങ് തുടങ്ങുമ്പോൾ നല്ല ചോരയുടെ കളറിൽ തന്നെയാണ് ബ്ലീഡ് ചെയ്യുമെങ്കിലും കൂടെ പിന്നെ ദിവസങ്ങൾ ചെല്ലുന്നതോട് കൂടിയിട്ട് അത് കുറച്ചും കൂടെ ലൈറ്റർ കളറിലേക്ക് മാറും. നമ്മൾ ആവറേജ് ഒരു 9 ദിവസമാണ് ഇതിൻ്റെ ദൈർഘ്യമായിട്ട് കാണുന്നത്. പക്ഷേ ഈ 9 ദിവസം എന്നുള്ളത് 3 ദിവസം മുതൽ 3 ആഴ്ച വരെ നീളാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്ത് 7-ാമത്തെയും 9-ാമത്തെയും ദിവസമാണ് ബ്രീഡ് ചെയ്യാൻ പറയാമെങ്കിൽ കൂടെ എല്ലാ നായ്ക്കളിലും ഇത് ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ഇനി കൃത്യമായിട്ട് നമ്മൾ ബ്രീഡ് ചെയ്യേണ്ട ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട് പൊതുവെ നമ്മൾ 2 ടെസ്റ്റാണ് ചെയ്യുക. ആദ്യത്തേത് എക്സ്ഫോളിയേറ്റീവ് വെജൈനൽ സൈറ്റോളജി എന്നുള്ളൊരു ടെസ്റ്റാണ്. ഇവിടെ നമ്മൾ വെജൈനയിലുള്ള സെൽസ് എടുത്തിട്ട് ഈ നേരത്തെ പറഞ്ഞ 4 സ്റ്റേജിലും 4 തരത്തിലുള്ള സെല്ലാണ് കൂടുതലായിട്ട് കാണുക. അതുകൊണ്ട് സെൽസ് ഏതാണെന്ന് നോക്കിയിട്ട് സ്റ്റേജ് നിർണ്ണയിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ടെസ്റ്റ്. സ്റ്റേജ് നിർണ്ണയിക്കാൻ പറ്റുന്ന മാത്രമല്ല, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും ഈ ടെസ്റ്റ് വഴി സാധിക്കും. പിന്നെയുള്ള മറ്റൊരു ടെസ്റ്റാണ് പ്രൊജസ്ട്രോൺ എസ്റ്റിമേഷൻ ടെസ്റ്റ്. ഇത് നായയുടെ ശരീരത്തിലുള്ള പ്രൊജസ്ട്രോൺ ഹോർമോണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ഈ പ്രൊജസ്ട്രോൺ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നാണ് ഓവുലേഷൻ ഡേ എന്നുള്ളതാണ്. അതായത് അണ്ടം എന്നാണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ട് ഓവുലേഷൻ ഡേ വെച്ചിട്ട് എന്നാണ് പ്രസവിക്കുക എന്നുള്ളത് കണ്ടുപിടിക്കാനും ഈ ടെസ്റ്റ് വഴി സാധിക്കും. അത് കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് ആയിരിക്കില്ല, പക്ഷെ എന്നാലും കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്കറിയാൻ ഇതുവഴി സാധിക്കും. ഇനി എല്ലാവരെയും സംശയം എപ്പോഴാണ് ഈ ടെസ്റ്റിനൊക്കെ നമ്മുടെ നായനെ കൊണ്ടുപോകേണ്ടതെന്നാണ്. ശരിക്കും 7-ാമത്തെയോ അല്ലെങ്കിൽ 8-ാമത്തെ ദിവസമാണ് നിങ്ങൾ നായനെ ഈ ടെസ്റ്റിന് വേണ്ടി കൊണ്ടുവരേണ്ടത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു 3 ദിവസം മുതൽ 3 ആഴ്ച വരെ ഈ ബ്ലീഡിങ് പീരീഡ് നിൽക്കാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്നാണോ ബ്ലീഡിങ് നിൽക്കുന്നത് അന്ന് തന്നെ ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് നായനെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ വീട്ടിൽ തന്നെ മെയിൽ ഡോഗ് ഉണ്ടെങ്കിൽ ഈ ഫീമെയിൽ ഡോഗ് എന്നാണോ മെയിൽ ഡോഗിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൗണ്ട് ചെയ്യാൻ സമ്മതിക്കുന്നത്
അന്ന് തന്നെ നിങ്ങൾക്ക് ബ്രീഡ് ചെയ്യിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ടെസ്റ്റ് ഒന്നും ചെയ്യാണ്ട് തന്നെ. ഇവിടെ മെയിൽ ഡോഗ് മൗണ്ട് ചെയ്യാൻ സമ്മതിക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഫീമെയിൽ ഡോഗ്സിൽ തന്നെ ഇതിനുള്ള ഓരോ സിംറ്റംസ് നമുക്ക് കാണാം. ഉദാഹരണത്തിനായിട്ട് നമ്മൾ തലോടുകയൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ, ഈ ഫീമെയിൽ ഡോഗിനെ തലോടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വാലൊരു സൈഡിലേക്ക് നീക്കുന്നതായിട്ടും അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം മെയിൽ ഡോഗിന് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണെന്ന്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ ടെസ്റ്റിനൊന്നും പോകാണ്ട് തന്നെ നമുക്ക് ബ്രീഡ് ചെയ്യിക്കാവുന്നതാണ്. ഇനി പറയാനുള്ള ഒരു കാര്യം സൈലന്റ് ഹീറ്റ് എന്നുള്ളൊരു കാര്യമാണ്. അതായത് പലപ്പോഴും നമ്മൾ 2 വയസ്സായിട്ടും ഇതുവരെ ഹീറ്റിന് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓണേഴ്സ് ഹോസ്പിറ്റലൊക്കെ വരാറുണ്ട്. ഇതിനുള്ളൊരു പ്രധാന കാരണം ചിലപ്പോൾ നിങ്ങളുടെ നായ ഹീറ്റിലാവുന്നത് നിങ്ങൾ കണ്ടുപിടിക്കാത്തതായിരിക്കും. ഇങ്ങനെ കാണാൻ കഴിയാത്തതിന് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ അതിന് ബ്ലീഡിങ് കുറവായിരിക്കും, ആകെ ചിലപ്പോൾ ഈത്തത്തിൻ്റെ അവിടെ തടിപ്പ് അല്ലെങ്കിൽ സ്വെല്ലിങ് മാത്രമായിരിക്കും ഉണ്ടാവുക. അതും അല്ലെങ്കിൽ ചിലപ്പോൾ ബിഹേവിയറൽ സൈൻസ് മാത്രമാണ് ഉണ്ടാവുക. അതും അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലീഡ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവരവരുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരത് നക്കിക്കളയുന്നതായിരിക്കും. ചില നായ്ക്കൾ ഈ ബ്ലീഡ് ചെയ്യുന്നത് നക്കിക്കളയാനും ഈ തറയിൽ വീഴുന്ന സ്പോട്സ് വരെ നക്കി തുടയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പലപ്പോഴും ഹീറ്റ് പോകുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഓവുലേഷൻ ഡേ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഹീറ്റ് സൈക്കിളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ബ്രീഡിങ്ങിനെ കൊണ്ടുപോകുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.